നമസ്കാരം. സാക്ഷി ടി വിക്ക് ഈ മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സാക്ഷി ടി വിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഇപ്പോൾ സാക്ഷി ടി വി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത് മകരവിളക്കുമായി ബന്ധപ്പെട്ടാണ്. മകരവിളക്ക് ഭഗവാൻ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. ഒരു നാടിൻ്റെ ചരിത്രം പലപ്പോഴും ദേവാലയങ്ങളോ അല്ലെങ്കിൽ പള്ളികളോ ഒക്കെയായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ചടയമംഗലത്തിൻ്റെ ചരിത്രം എപ്പോഴും കുഞ്ഞയ്യപ്പ ക്ഷേത്രവും ജടായുപ്പാറയുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. ഒരുപക്ഷെ ജടായുപ്പാറ വരുന്നതിന് വളരെ മുമ്പ് തന്നെ കുഞ്ഞയ്യപ്പ ക്ഷേത്രവും കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും ഈ കൊല്ലം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രസിദ്ധമാണ്. ഒരുപാട് ചരിത്രങ്ങൾ ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നു. പഴയകാലത്ത് നമ്മുടെ പ്രദേശത്തെല്ലാം ജമ്മികളും അവരുടെ ആധിപത്യത്തിൽ കാവുകളും കൊച്ചു ക്ഷേത്രങ്ങളുമായിരുന്നു നിലനിന്നിരുന്നത്. അങ്ങനെ നിലനിന്നിരുന്ന ഒരു കൊച്ചു ക്ഷേത്രമായിരുന്നു ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രം. പലരിൽ നിന്ന് കൈമാറി അത് പിള്ളവീട്ടിലെ ബഹുമാന്യനായ ശങ്കരപ്പിള്ള അവരുടെ കൈകളിലെത്തിയപ്പോൾ അദ്ദേഹം അവിടെ ഒരു കൊച്ചു കോവിലുമൊക്കെ സൃഷ്ടിച്ച് അതിൻ്റെ പൂജയും കാര്യങ്ങളും ഒക്കെയായി മുന്നോട്ട് പോയി. അദ്ദേഹത്തിന് 10 മക്കളായിരുന്നു ഉണ്ടായിരുന്നു. ആദ്യത്തെ 5 മക്കളും പെൺമക്കളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കവേ എവിടെയോ നിന്നും എത്തിയ ഒരു സന്യാസി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് കുഞ്ഞയ്യപ്പ വിഗ്രഹമായി നിങ്ങൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾക്കൊരു ആൺകുട്ടി ഉണ്ടാകും, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുഞ്ഞയ്യപ്പനെ പ്രാർത്ഥിക്കുകയും 6ാമതായി അദ്ദേഹത്തിന് ജനിച്ച മകൻ ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ പേര് കുഞ്ഞയ്യപ്പൻ എന്ന് തന്നെയാണ് ഇട്ടത്. അതാണ് പുള്ളവീട്ടിലെ കുഞ്ഞയ്യപ്പയണ്ണൻ എന്ന് നമ്മളെല്ലാവരും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ മനുഷ്യൻ. ഈ വിഗ്രഹത്ത് വളരെ ചെറുതായിരുന്നു. ആ ചെറിയ വിഗ്രഹത്തിന് ഒരു കിരീടവും അല്പ ആഭരണവും ശങ്കരപ്പിള്ള അവർ തന്നെ നൽകിയിരുന്നു. എന്നാൽ കാലം കഴിഞ്ഞത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോൾ പുള്ളവീട്ട് കുടുംബക്കാർ കൂടിയാലോചിക്കുകയും സ്വന്തമായി വരുമാനമുള്ളവരെല്ലാം അല്പ സാമ്പത്തികം നൽകി ഈ തിരുവാഭരണം പുതിയ വിഗ്രഹം വലുതായതുകൊണ്ട് അതിന് പറ്റിയ തിരുവാഭരണം ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ചുമതല ഭീമാ ജുവലറിയെ ഏൽപ്പിക്കുകയും ഭീമാ ജുവലറിയിലെ ഉദ്യോഗസ്ഥർ വന്ന് ആ വിഗ്രഹം കണ്ട് ആ വിഗ്രഹത്തിൻ്റെ ശിരസിൽ അണിയാനും മാറിൽ അണിയാനും കൈകളിൽ അണിയാനും ഉള്ള ആഭരണങ്ങളുടെ രൂപകൽപ്പന ചെയ്യുകയും അവർ പണിഞ്ഞു കൊണ്ടുവന്ന ആഭരണമാണ് ഇന്ന് തിരുവാഭരണമായി അവിടെ ഇരിക്കുന്നത്. അത് ഏകദേശം ഒരു 70 പവനിലാണ് തുടങ്ങിയത്. അതിപ്പോൾ 80-95 പവനോളം എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് അവരുടെയൊക്കെ കണക്കിൽ അവരുടെ വീടുകളിൽ എന്തെങ്കിലും വിശേഷമുണ്ടായാൽ ഭഗവാൻ ഒരു കാണിക്ക എന്ന നിലയിൽ അല്പ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്ന പിന്നെയും ആവർത്തിച്ചപ്പോൾ അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ കുടുംബക്കാർ തികഞ്ഞ വിശ്വാസത്തോടെ ഭീമാ ജുവലറിയെ ഏൽപ്പിക്കുകയും ഭീമാ ജുവലറി പണിഞ്ഞു കൊണ്ടുവന്ന തിരുവാഭരണമാണ് ഇന്ന് നമ്മൾ അണിയിക്കുന്നത്. ഇപ്പോഴും അതിലൊരു മിത്തുണ്ട്. ആ മിത്ത് എന്ന് പറയുന്നത് ആ കുടുംബാംഗങ്ങളാണ് ആ തിരുവാഭരണം ചുമക്കുന്നത്. ആ തിരുവാഭരണത്തിൽ വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർ അടുത്ത കൊല്ലത്തേക്ക് ആരാണോ എന്ന് അവരുടെ ഒരു കമ്മിറ്റി കൂടി തീരുമാനിച്ച് അവരെ ആ കാര്യം ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും ഈ പന്തളത്ത് രാജകൊട്ടാരത്തിൽ നിന്ന് തിരുവാഭരണം അധികാരികൾ എടുത്തുകൊണ്ടു പോകുന്നത് പോലെ കൊട്ടാരക്കര ട്രഷറിയിലിരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രോങ് റൂമിലിരിക്കുന്ന തിരുവാഭരണം മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചിട്ട് ആ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കുഞ്ഞയ്യപ്പൻ്റെ സമീപത്തേക്ക് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ആ ആഭരണം അണിയാൻ വേണ്ടി കൊണ്ടുപോകുന്നത് ഇന്നും പിള്ളവീട്ട് കുടുംബത്തിലെ ചുമതലക്കാരാണ്. അതൊരു മിത്താണ്, അതൊരു സങ്കല്പമാണ്, ഒരു സത്യമാണ്. അതിൻ്റെ പിന്നിൽ ഞാനീ പറഞ്ഞതാണ് എന്നാണ് പുരാതനമായ പലരും പറഞ്ഞു കേട്ടത്. ആദ്യമായുള്ള കാലഘട്ടത്തിൽ കൊച്ചുത്സവങ്ങളായിരുന്നു. 1-2 പേട്ടകൾ. അതിൽ ഒന്ന് കല്ലുമല ക്ഷേത്രം, ഈ തൊട്ടടുത്തുള്ള ആ ക്ഷേത്രം, അവിടെ നിന്ന് വരുന്ന പേട്ടയ്ക്കായിരുന്നു തിരുവാഭരണം വഹിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു അധികാരം. അവരാണ് തിരുവാഭരണം വഹിച്ചു കൊണ്ടുപോകുന്നത്. പിന്നൊരു ജനകീയ പേട്ട,
അത് ഈ ചടയമംഗലം പഞ്ചായത്തിലെ പ്രമുഖന്മാരായ ചിലർ, മേടയിലാശാൻ, ജയനാഥപിള്ള സാർ തുടങ്ങിയ ആളുകൾ അവരുടെ വീട് ഭാഗത്ത് മേടയിൽ നിന്ന് തുടങ്ങും. അത് ജനകീയമാണ്. അവരെല്ലാം ഒരല്പ പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുമായതുകൊണ്ട് അതിലെല്ലാ ജാതിക്കാർക്കും കയറാനും എല്ലാവർക്കും സഹകരിക്കാനുമുള്ള അധികാരം കൊടുത്തുകൊണ്ട് ചടയമംഗലത്തെ കൊഴിപ്പിച്ചുകൊണ്ട് കടന്നു വന്ന പേട്ടയായിരുന്നു. കാലം ഇപ്പോൾ കഴിഞ്ഞു. പേട്ടകളുടെ എണ്ണം കൂടി. പല ദിശയിൽ നിന്നും പേട്ടകളെത്തി. പേട്ടകൾക്ക് കെട്ടുകാഴ്ചകളായി, ദീപാലങ്കാരങ്ങളായി, അങ്ങനെ മാറ്റങ്ങൾ പലതും വന്നു. എങ്കിലും കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ആ സത്യങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ഒന്ന് രണ്ട് കാര്യം, ഈ ഡ്രൈവേഴ്സും അവരുടെ ഓണർമാരും, ആട്ടോ ഡ്രൈവേഴ്സും അവരുടെ ഓണർമാരും നടത്തുന്ന സംരംഭം. യഥാർത്ഥത്തിൽ ഭഗവാന്റെ പേരിൽ ഈ നാട്ടിലിറങ്ങി പിരിക്കുന്ന പൈസ അനാവത്തായി ചെലവാക്കാതെ മിച്ചം വരുന്ന പൈസ കാരുണ്യം എന്ന നിലയിൽ ക്യാൻസർ രോഗികൾക്കും അശരണർക്കുമായി അവർ രണ്ടുപേരും നൽകുന്നത് ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഭഗവാന്റെ പേരിൽ പല മേഖലകളിലും ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് തന്നെ വൻ പിരിവുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആ നടത്തുന്നവർ ഇത്തരം നല്ല കാര്യങ്ങൾ കൂടി ചെയ്ത് ഈശ്വരപ്രീതി ആണവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഞങ്ങളൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ്, ഈശ്വരവിരോധികളല്ല. കമ്മ്യൂണിസ്റ്റുകാരും ഈശ്വരവിരോധികളുമല്ല. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചുമതലക്കാരനായി പലതവണ അധികാരം ഏറ്റെടുത്ത ഒരാളാണ്. മാതൃഭൂമിയുടെ 1995 സപ്ലിമെൻ്റ്, ഫുൾ പേജ് സപ്ലിമെൻ്റ് രാധാകൃഷ്ണപിള്ള ചേട്ടനും അന്നത്തെ സെക്രട്ടറി ആയിരുന്ന മോഹൻ്റെയും എൻ്റെയും ഫോട്ടോ വെച്ച് തന്നെ അടിച്ചിറക്കിയത് നിങ്ങൾക്ക് കാണാം. ഞങ്ങളൊന്നും ഈ ഈശ്വര വിരോധത്തിനെതിരല്ല. അമിതമായ വിശ്വാസങ്ങളും അമിതമായ താല്പര്യങ്ങൾക്കും വഴങ്ങരുത് എന്നൊരു അഭ്യർത്ഥന.